പൃഥ്വിരാജ് ബ്ലസ്സി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ആടുജീവിതം മികച്ച വിജയമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ സംവിധായകനും നായകനും ലഭിക്കുന്ന പ്രശംസകൾക്കൊപ്പം തന്നെ ചിത്രത്തിലെ പ്രവർത്തിച്ച ഓരോരുത്തർക്കും അവരുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. ആടുജീവിതം നേടിയ വിജയത്തിന് പ്രധാന പങ്കുവഹിച്ചത് കഥാപാത്രമായി ഇഴകിച്ചേർന്ന നടൻ പൃഥ്വിരാജ് തന്നെയാണ്. പൃഥ്വിരാജിനെ കഥാപാത്രത്തിനായി യോജിക്കുന്ന ശരീരപ്രകൃതിയിലേക്ക് മാറ്റുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ഫിറ്റ്നസ് ട്രെയിനർ അഭിജിത്ത് ബാബുവിന്റെ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധേയമായി മാറുന്നത്. സിനിമയിലെ പ്രധാന ലൊക്കേഷനുകളിൽ ഒന്നാണ് ജോർദാൻ മരുഭൂമി. അവിടെ വെച്ചുള്ള ട്രെയിനിങ് വളരെ ശ്രമകരമായിരുന്നുവെന്ന് അഭിജിത്ത് ബാബു പറയുന്നു. പരിമിതമായ സൗകര്യങ്ങളും പൃഥ്വിരാജ് തന്നോട് പൂർണ്ണമായും സഹകരിച്ചുവെന്നും അഭിജിത്ത് കൂട്ടിച്ചേർത്തു. ഒരു ടെന്റിൽ വളരെ പരിമിതമായ സൗകര്യങ്ങളോടുകൂടിയാണ് ട്രെയിനിങ് നടന്നത്. പൃഥ്വിരാജ് സാറിനെ എങ്ങനെ ട്രെയിനിങ് ചെയ്യുമെന്നായിരുന്നു ഞാൻ ആലോചിച്ചിരുന്നത്. കാരണം നല്ല സൗകര്യങ്ങളോടുകൂടി വർക്കൗട്ട് ചെയ്തിരുന്ന വ്യക്തിയാണ് പൃഥ്വിരാജ്. എയർ കണ്ടീഷനിലുള്ള വർക്കൗട്ട് ഹാളുകളിൽ വർക്കൗട്ട് ചെയ്ത അദ്ദേഹത്തെ എങ്ങനെ ഞാൻ ഇതിൽ പൊരുത്തപ്പെടുത്തുമെന്നായിരുന്നു പ്രധാന ചിന്ത. താഴെ പൂഴിയ മണ്ണാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാം, പൃഥ്വിരാജ് സാറിനെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കും. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളേ ഉള്ളൂ. അത് നമ്മൾ ജോർദാൻ സിറ്റിയിൽ നിന്ന് പർച്ചേസ് ചെയ്തിരുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളും ഒരു ടെൻറ്റും. അന്നത്തെ പരിമിതിയിൽ അത് ലക്ഷറിയാണ്. പക്ഷേ ലൈക്ക് ഇവിടെ ഒരു നല്ലൊരു വെതർ കണ്ടീഷനിലും അല്ലെങ്കിൽ ഒരു എയർ കണ്ടീഷനിലൊക്കെ വർക്കൗട്ട് ചെയ്തിരുന്ന ഒരാളെ പെട്ടെന്ന് പുള്ളി കയറി വന്നു. ചോദ്യം പറച്ചിലൊന്നുമില്ല, നേരെ എന്താണോ പ്ലാൻ ചെയ്യാം, ഓക്കെ ഷൂട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. ചോദ്യവും പറച്ചിലും ഒന്നുമില്ല. നേരെ കയറി വന്ന് എന്താണ് പ്ലാൻ എന്ന് ചോദിക്കും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മനോഭാവം. യോഗ മാറ്റ് മണ്ണിൽ വിരിച്ചിരുന്നായിരുന്നു വർക്കൗട്ട് ചെയ്തിരുന്നത്. എല്ലാ ദിവസവും ഇവിടെ വെച്ച് തന്നെയായിരുന്നു വർക്കൗട്ട്. വളരെ കഷ്ടപ്പാടുള്ള കാര്യം തന്നെയായിരുന്നു. പക്ഷേ നമ്മുടെ ലക്ഷ്യം വളരെ വലുതാണ്. അതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമായി തോന്നിയില്ല. അത് എനിക്കും വളരെ പ്രചോദനമായിരുന്നു. നമുക്ക് ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തോട് കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കിയാൽ നമ്മൾ പറയുന്ന കാര്യം അദ്ദേഹം അതുപോലെ കൃത്യമായി ചെയ്തിരിക്കും. ഒരു പേഴ്സണൽ ട്രെയിനർ എന്ന നിലയിൽ പൃഥ്വിരാജിനെ പോലെ ഒരാൾ അങ്ങനെ പെരുമാറിയത് എനിക്ക് വളരെ വലിയ കാര്യമാണെന്നാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ അഭിജിത്ത് ബാബു പറഞ്ഞിരിക്കുന്നത്. എന്നിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളെയാണ് ഞാൻ ട്രെയിൻ ചെയ്യിക്കാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എനിക്ക് ഒത്തിരി ബ്ലെസ്ഡ് ആയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരു കാര്യം, നമ്മളൊരു പ്ലാനായിട്ട് വ്യക്തമായിട്ട് അദ്ദേഹത്തിനെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പുള്ളിക്ക് കൺവിൻസിങ് ആയി കഴിഞ്ഞാൽ ഹി ഡോണ്ട് ആസ്ക് എ സിംഗിൾ ക്വസ്റ്റ്യൻ. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അജിത്ത് എന്താ ഇത് അല്ല ഇത്, ഓക്കെ, ഇഫ് യു ഗിവ് എ ക്ലാരിറ്റി ആൻസർ നോ മോർ, ഹി വിൽ ഡു ഓൺ ദ ഡോട്ട്. അത് ഒരു എന്താ ആസ് എ പേഴ്സണൽ ട്രെയിനർ അതൊരു വലിയ, എല്ലാത്തിനും ഉപരി അതൊരു വലിയൊരു അപ്രിസിയേഷനാണ്. അദ്ദേഹത്തിനെ പോലെ ഒരാൾ, ഇത്ര എക്സ്പീരിയൻസ്ഡ് ഒരാൾ നമ്മുടെ ജോലിനെ ചെയ്യാൻ വളരെ ഈസി ആക്കുന്നത്.